എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ കറണ്ട് എനർജീസാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. കറണ്ട് എനർജി ഫോർ യു, നിങ്ങൾക്കായിട്ടുള്ള കറണ്ട് എനർജി, നിങ്ങളുടെ തേർഡ് പേഴ്സൺ ആയിട്ടുള്ള കറണ്ട് എനർജി. ഓക്കെ, രണ്ടുമാണ് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളോടുള്ള കറണ്ട് എനർജി, നിങ്ങളുടെ തേർഡ് പേഴ്സണോടുള്ള കറണ്ട് എനർജി. ഓക്കെ, ഇവിടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പൊങ്കാല നടക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കൂടുതലും പൊങ്കാല സീസണാണ് ഇങ്ങോട്ടൊക്കെ. അത് കാരണം അതാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ഓരോ തിരക്കെന്നൊക്കെ പറഞ്ഞ് ഞാൻ പോകുന്നത് ഈ കാര്യങ്ങൾക്കാണ് കേട്ടോ. കാരണം നമുക്കും നമ്മളുടെ എനർജി ഹീലിങ്ങിനും ഒക്കെ ആയിട്ട് പൊങ്കാലയൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ പരമാവധി വീട്ടിൽ ചെയ്യാറുണ്ട്. ഓക്കെ, ഇന്നും ഇവിടെ ഉദയന്നൂർ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ക്ഷേത്രമുണ്ട്, അവിടുത്തെ പൊങ്കാലയായിരുന്നു. കഴിഞ്ഞിട്ടില്ല, പായസം ഉണ്ടാക്കി വെച്ചിട്ട് വന്നു. ഇനി നിവേദ്യത്തിന് വെയിറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് പോകാൻ വിചാരിച്ചു. ഓക്കെ, അതുകൊണ്ട് രാവിലെ ഒന്ന് ഞാൻ മെസ്സേജസിന് റിപ്ലൈ ചെയ്തില്ലെങ്കിൽ ടെൻഷൻ ആവണ്ട, ഞാൻ തീർച്ചയായും റിപ്ലൈ ചെയ്യും കാണുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാമോ? ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഒരു പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ എനർജി, സിറ്റുവേഷൻ അങ്ങനെയെല്ലാം നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ന്യൂട്രലായി മാത്രം വീഡിയോ കാണുക, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എസ്പെഷ്യലി തേർഡ് പാർട്ടി റീഡിംഗ് ആണ്, അതുകൊണ്ട് ന്യൂട്രലായി നിന്ന് മാത്രം കാണുക, ഓവറായിട്ട് എഫക്റ്റഡ് ആവരുത്, അതാണ് പറയാൻ ഉദ്ദേശിച്ചത് കേട്ടോ. റീഡിങ്ങിലേക്ക് പോകാം നമുക്ക്. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജിയിൽ എന്താണ് അവർക്കായിട്ട്, വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി ഫോർ വ്യൂവേഴ്സ് പേഴ്സൺസ് കറണ്ട് എനർജി ഫോർ ദ വ്യൂവേഴ്സ് പേഴ്സൺ, കറണ്ട് എനർജി ഫോർ ദ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി അവർക്കായിട്ട് എന്താണ് കാണുന്നതെന്ന് പറഞ്ഞിട്ട്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജിയിൽ അവർക്കായിട്ട് എന്താണ് കാണുന്നത് പറഞ്ഞു തരുക പ്ലീസ് ഗൈഡ്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഒന്നിച്ച് എടുത്തിട്ട് ബാക്കി നോക്കാം കേട്ടോ. 3 of Wands, High Priestess, 3 of Cups, Strength, Magician, 9 of Cups, 2 of Cups, wow, 10 of Cups, Hermit, Ace of Cups, wow, 3 of Pentacles, 5 of Swords, Lovers. ഇനി നിങ്ങളുടെ തേർഡ് പേഴ്സണോടുള്ള കറണ്ട് എനർജിയും കൂടെ നോക്കിയേക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലൈഫിലൊരു തേർഡ് പാർട്ടി ഉണ്ട്. ആ തേർഡ് പാർട്ടിയോടുള്ളവരുടെ കറണ്ട് എനർജി എന്താണ്? ആ തേർഡ് പാർട്ടിയോടുള്ള അവരുടെ കറണ്ട് എനർജിയിൽ എന്താണ് കാണുന്നതെന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. തേർഡ് പാർട്ടിയോടുള്ളവരുടെ കറണ്ട് എനർജിയിൽ എന്താണ് കാണുന്നതെന്ന് പറഞ്ഞു തരും. തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് എനർജിയിൽ എന്താണ് കാണുന്നത് പ്ലീസ് ഗൈഡ്. ടെമ്പറൻസ്, 3 of Pentacles, 3 of Cups, 4 of Pentacles, King of Swords, Empress, okay, 10 of Pentacles, Knight of Wands, 6 of Swords, 8 of Wands, bottom of the deck കേട്ടോ. ആദ്യമായി നിങ്ങളോടുള്ള കറണ്ട് എനർജിയിൽ അവർ ദൂരെ ഇരുന്നുകൊണ്ട് നിങ്ങളെ ഓർക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ഉണ്ട്, ലോങ് ഡിസ്റ്റൻസ് ആണെന്നും കാണുന്നു. ലോങ് ഡിസ്റ്റൻസ് ഞാൻ ഇവിടെ പറയുമ്പോൾ നിങ്ങൾ ഒരേ സിറ്റിയിൽ ഒരേ ടൗണിലാണെങ്കിൽ പോലും 2 ദിക്കിലായിട്ടായിരിക്കും, അടുത്തായിരിക്കില്ല, കുറച്ച് ദൂരെ വിട്ടിട്ടായിരിക്കും. അതായത് ഒരു മിനിമം ട്രാവൽ ഉണ്ട് നിങ്ങൾ തമ്മിൽ കാണാൻ. അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളെ ഓർക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങളൊരു ഹൈലി ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് അവർക്ക് തോന്നാറുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാൻ സാധിക്കാറുണ്ട്. ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഇടയിലുണ്ട് എന്നവർക്ക് തോന്നാറുണ്ട് കേട്ടോ. മാത്രമല്ല നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടാരോ റിലേറ്റഡ് ആക്ടിവിറ്റീസ് കുറച്ച് കൂടുതലായി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. നിങ്ങൾ രണ്ടിൽ ഒരാൾ ടാരോ റീഡർ തന്നെ ആയിരിക്കാനും സാധ്യതയുണ്ട്. ജ്യോതിഷം, ന്യൂമറോളജി, ടാരോ റീഡിങ് അങ്ങനത്തെ എന്തെങ്കിലും ഓക്കൽട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുമായിരിക്കാം രണ്ടിൽ ഒരാൾ എന്ന് കാണുന്നത്. കാരണം ടാരോയുടെ ഇൻഫ്ലുവൻസ് ഒരുപാട് ലൈഫിലുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ,
ഒരുപക്ഷെ ഒരു റീഡിങ് എടുത്തിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. അങ്ങനെ എന്തോ. 3 ഓഫ് കപ്സ് വെച്ച് നിങ്ങൾ അവരുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണെന്നും കൂടി അവർ കരുതുന്നുണ്ട്. അവർക്ക് നിങ്ങളോട് പറയാൻ പാടില്ലാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല എന്നൊരു സിറ്റുവേഷൻ. അവർ നിങ്ങളെയാണ് ഏറ്റവും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ. എന്ത് ഉപദേശം വേണമെങ്കിലും അവർ നിങ്ങളുടെ അടുത്തായിരിക്കും ആദ്യം കൺസൾട്ട് ചെയ്യുന്നുണ്ടാവുക. നിങ്ങളുടെ വാക്ക് അവർക്ക് വിശ്വാസമാണ് എന്നുള്ളൊരു ഒരു സിറ്റുവേഷനാണ്. നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ അവർ സന്തോഷം, ഭയങ്കരമായ സന്തോഷം അനുഭവിക്കാറുണ്ട്. ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമാണ് നിങ്ങളുടെ അടുത്ത്. അതേപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറേയധികം ക്ഷമയോടെ കൈകാര്യം ചെയ്യേണ്ടുന്ന കാര്യങ്ങളുണ്ട് എന്നും അവർക്ക് തോന്നുന്നുണ്ട്. ചിലർക്കെങ്കിലും ഒരു ഫാമിലിയുടെ പ്രസൻസ് അവിടെ കാണുന്നുണ്ട് കേട്ടോ. ഇവർ മാരീഡ് ആണെങ്കിൽ ഇത് ഇവരുടെ സ്പൗസ്, കുട്ടികൾ അല്ലെങ്കിൽ പാരൻസ്, പാരൻ്റൽ പ്രഷർ ഉള്ളതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ. ഇത് രണ്ടിലേതെങ്കിലും ആയിരിക്കാം. രണ്ട് സിറ്റുവേഷൻ ആയാലും വളരെയധികം ക്ഷമയോടെ മാത്രമേ സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ എന്നവർ ചിന്തിക്കുന്നു. എന്ത് സിറ്റുവേഷൻ ആയിരുന്നാലും തുടർച്ചയായി നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിക്കുന്ന ഒരവസ്ഥയിലാണ് അവർ ഇരിക്കുന്നത്. ഇവർ പ്ലാനിങ് ചെയ്യാറുണ്ട്. ഇപ്പോൾ പാരൻ്റൽ പ്രഷറൊക്കെയാണ് അവിടെ പ്രശ്നമെങ്കിൽ അത് എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് അവരിരുന്ന് പ്ലാൻ ചെയ്യാറുണ്ട്. ഒരു പക്ഷേ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയോ എല്ലാം ഇരുന്ന് അടുത്തത് എന്ത് ചെയ്യാം എന്നതിനെപ്പറ്റി അവർ കോൺസ്റ്റൻ്റായിട്ട് ചിന്തിക്കാറുണ്ട് എന്നും കാണുന്നു കേട്ടോ. അതേപോലെ അവർക്ക് ലൈഫിൽ പൊതുവേ അവർ ഹാപ്പിയാണ്. ഓക്കെ. ജോലി സംബന്ധമായിട്ടോ എല്ലാം അവർ ഹാപ്പി ആയിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഒരു കുറവ് അവർക്ക് എപ്പോഴും എന്നും ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അതൊരു മ്യൂച്വൽ ലവാണെന്ന് അവർ തീർച്ചയായും മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. കാരണം 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ, ദൂരദിക്കിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ എത്രയും വേഗം നിങ്ങളെ കാണണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ കൈപിടിച്ചിരുന്ന് കുറച്ച് നേരം സംസാരിക്കണം, ഒന്നിച്ചിരുന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം, നിങ്ങളുടേത് മാത്രമായുള്ളൊരു സമയം വേണമെന്നൊക്കെ അവർ അതിതീവ്രമായി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. കാരണം അവർക്കറിയാം നിങ്ങൾക്കും അവരോട് അത്രയും തന്നെ സ്നേഹമാണ് എന്ന്. നിങ്ങളില്ലാത്ത സമയത്ത് അവർ വല്ലാത്തൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. മറ്റാരോടും അവർക്കത്ര ഫ്രീ ആയിട്ട് സംസാരിക്കാൻ സാധിക്കാറില്ല. നിങ്ങളോടായിരിക്കും അവരെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടാവുക. ഓക്കെ. ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളോട് മാത്രമാണ് അവർക്ക്. അല്ലാത്ത സമയത്ത് ഒരു ലോണറാണ്. ഓക്കെ. മറ്റുള്ളവരെ കണ്ട് കാഷ്വലി സംസാരിക്കാറുണ്ടാവുമെങ്കിലും ഇവർ മനസ്സിലുള്ളത് തുറന്നു പറയുന്നത് നിങ്ങളോട് മാത്രമായിരിക്കും. മറ്റുള്ളവരുടെ അടുത്തൊരു ഹായ് ഹലോ ആ രീതിയിലുള്ള ഒരു രീതിയായിരിക്കും. പക്ഷെ നിങ്ങളോടാണ് അവരെല്ലാം അവരുടെ സങ്കടങ്ങൾ, വിഷമങ്ങൾ, ആഗ്രഹങ്ങൾ, സന്തോഷങ്ങളെല്ലാം പങ്കുവെക്കുന്നത് നിങ്ങളുടെ അടുത്തായിരിക്കും. കാരണം ഇവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ഏസ് ഓഫ് കപ്സാണ് അവിടെ വന്നിരിക്കുന്നത്. വെച്ചാൽ മനസ്സ് തിങ്ങി വിങ്ങുന്ന രീതിയിലുള്ള അത്രയും ഒരു സ്നേഹം നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇവർക്ക് ഉള്ളിൽ ഇങ്ങനെ ബട്ടർഫ്ലൈ പറക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഒക്കെയാണ് കിട്ടാറ്. ഓക്കെ. എപ്പോഴും നിങ്ങളെ കാണണം. നിങ്ങൾ അവരുടെ അതിതീവ്രമായ ഒരു എന്താ പറയുക, യു ആർ ദ ഫീലിംഗ് എന്നാണ്, നിങ്ങളാണ് അവരുടെ ഫീലിംഗ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ. 3 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് ജോലിയിലും അവർ തിരക്കിലാണ്. നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരുമായിരിക്കാം. ജോലി സംബന്ധമായി കണക്റ്റഡായ ആൾക്കാരായിരിക്കാം. നിങ്ങളുടെ ഇടയിൽ പൈസ കൊടുക്കൽ വാങ്ങൽ എന്തെങ്കിലും രീതിയിൽ നടക്കുന്നുണ്ടായിരിക്കും. ഓക്കെ. അതുമാത്രമല്ല പലപ്പോഴും തമ്മിൽ കാണുന്ന സമയത്ത് മറ്റുള്ളവർ ചുറ്റും ഉണ്ടാകാനുള്ള ഒരു സാഹചര്യവും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കണ്ട് സംസാരിക്കണം, അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് തന്നെ ചെയ്യേണ്ടുന്ന ഒരവസ്ഥ. ഓക്കെ. അങ്ങനെ. അതുമാത്രമല്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻ വീണ്ടും അവിടെ കാണുന്നു. ഈ സിറ്റുവേഷൻ, ലോങ് ഡിസ്റ്റൻസ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഇതെല്ലാം അവർക്ക് സ്ട്രെസ്സ് ഉണ്ടാക്കുന്നുണ്ട്. വിചാരിച്ച രീതിയിൽ നിങ്ങളെ കണ്ട് സംസാരിക്കാൻ പറ്റാറില്ല. ഇതിനെക്കുറിച്ച് ഓർത്ത് അവർ സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഉറക്കമില്ലായ്മ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒരുപാട് സ്നേഹമാണ്, നിങ്ങളവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നു. നിങ്ങൾ തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ട്ണർ. ഓക്കെ. നിങ്ങളെന്നും അവരുടെ ലൈഫിൽ വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. കുറച്ച് കാർഡ്സ് കൂടി എടുത്തിട്ട് നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ ലൈഫ് പോകാം. കുറച്ച് കാർഡ്സ് കൂടി തരുമോ? കുറച്ച് കാർഡ്സ് കൂടി തരും. എൻ്റെ വ്യൂവേഴ്സിനോടുള്ള കറണ്ട് എനർജിക്കായിട്ട് കുറച്ച് കാർഡ്സ് കൂടി തരും. സ്പീഡ് കൂടുണ്ടോ പറയാൻ? നൈറ്റ് ഓഫ് വാൻഡ്സ്, 2 ഓഫ് പെൻറ്റക്കിൾസ്, ക്വീൻ ഓഫ് കപ്സ്, 5 ഓഫ് വാൻഡ്സ്, വീൽ, 7 ഓഫ് പെൻറ്റക്കിൾസ്, ഡെത്ത്. ഓക്കെ. ദൂര ദിക്കിലിരിക്കുന്നവരാണെങ്കിൽ എത്രയും വേഗം നിങ്ങൾക്കായിട്ടൊരു സ്പീഡി ആക്ഷൻ എടുക്കണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന്, അധികം വൈകാതെ ഒരു ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. എത്രയും നാൾ അവർ ജഗ്ലിംഗ് സിറ്റുവേഷനിലായിരുന്നെങ്കിൽ
തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ, എസ്പെഷ്യലി ഫൈനാൻഷ്യൽ ജഗ്ലിംഗ് ഒക്കെ ഫേസ് ചെയ്യുന്നവരായിരുന്നെങ്കിൽ അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അവർക്ക് ജോലിയിൽ കുറച്ചൊരു സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, ഫാമിലിയിലായാലും ഒരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ട്, പാരൻ്റൽ പ്രഷറൊക്കെ ആണെങ്കിൽ അവിടെ ഒരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സമയവും കടന്നു പോകും, തടസ്സങ്ങൾ മാറി വരും, ഈ സമയവും കടന്നു പോകും. അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ലെവലിലുള്ള എന്താ പറയുക ആക്ഷൻ എടുക്കാനും തയ്യാറാണ്, എന്ത് എഫേർട്ട് എടുക്കാനും തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് അവിടെ കാണുന്നത്. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ് വെച്ച് ഒരുപാട് ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ് അവർ ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, പെട്ടെന്ന് സങ്കടം വരും, ദേഷ്യം വരും, നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാതെ ഓവർവെൽമിംഗ് ആയിട്ട് അവർ ഫീൽ ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെ കാണുന്നു. ഓക്കെ, എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അതെല്ലാം ഒരു പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവന്ന് ആ നെഗറ്റീവ് കാര്യങ്ങൾക്കൊരു അന്ത്യം കുറിച്ച് നിങ്ങൾക്ക് എല്ലാം നല്ല രീതിയിൽ വരും, ഒരു പോസിറ്റീവ് സൈഡ് തീർച്ചയായും വരും എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. നിങ്ങൾക്കായിട്ട് ശബ്ദങ്ങൾ ഉണ്ടാവും, ക്ഷമിക്കുക കേട്ടോ. കാരണം പൊങ്കാല ഇടാൻ ആൾക്കാർ വന്നിട്ടുണ്ട്, വീട്ടിൻ്റെ ഫ്രണ്ടിലും പൊങ്കാലയുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് അകത്തേക്ക് വരും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. വീഡിയോ ഇടാതിരിക്കേണ്ട വിചാരിച്ചിട്ടാണ് ഒന്ന് എഫർട്ട് എടുത്ത് ഇട്ടത്. ഓക്കെ, ക്ഷമിക്കുക ശബ്ദങ്ങൾ വരുന്നുണ്ടെങ്കിൽ. ഓക്കെ, മൈക്ക് വെച്ചിട്ടും അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കും, അതാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ തേർഡ് പേഴ്സൻ്റെ കറണ്ട് എനർജി നോക്കാം. ഇനി നിങ്ങളുടെ തേർഡ് പേഴ്സണോടുള്ളവരുടെ കറണ്ട് എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കഴിയുന്നതും ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ ശ്രമിക്കുന്നത് എന്നാണ് കാണുന്നത് കേട്ടോ. അത്ര വലിയൊരു എന്താ പറയുക തൃപ്തി അല്ലെങ്കിലും നിങ്ങളുടെ തേർഡ് പേഴ്സൺ കുറച്ച് കൺട്രോളിങ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്നാലും പരമാവധി മുന്നോട്ട് പോകട്ടെ എന്നുള്ള രീതിയിൽ അവരൊന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത്യാവശ്യ സംസാരങ്ങളുണ്ട്. ഒരു പരമാവധി ഫ്രണ്ട്ലി ബേസിസിൽ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവരൊരുമിച്ച് പുറത്തേക്കൊക്കെ പോകാറുണ്ടായിരിക്കും. ഓക്കെ, ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടായിരിക്കും. അങ്ങനെ പരമാവധി സംസാരിച്ച് ക്ഷമയായിട്ട് അങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിലരുടെങ്കിലും ഇടയിലൊരു ഈഗോ ഇഷ്യൂ ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് കൂടുതലായും എനിക്ക് ആ ഒരു ഈഗോ ഇഷ്യൂ ഉള്ളത് അവരുടെ സ്പൗസിനോടാണ് എന്ന് കാണുന്നു. ഓക്കെ, അവിടെ തേർഡ് പേഴ്സൺ സ്പൗസായിട്ടാണ് കാണുന്നത്. പക്ഷേ അത് അവരുടെ കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മ സ്ഥാനത്തുള്ളവരാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ക്ഷമിച്ച് പോകുന്നതായിട്ട് കാണുന്നു. അതേപോലെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ അവർ വേണ്ട പോലെ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഇത് അവരുടെ സ്പൗസ് ആണെങ്കിൽ, കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ടി പൈസ സേവ് ചെയ്യുന്നതായിട്ടും വർക്ക് ചെയ്യുന്നതായിട്ടും അതേപോലെ ഭാവിയിലേക്ക് വേണ്ടി ആ കുടുംബത്തിന് വേണ്ടി കരുതി വെക്കുന്നതായിട്ടും എല്ലാം തന്നെ കാണുന്നുണ്ട്. ഓക്കെ, ചിലരെങ്കിലും ലോങ് ഡിസ്റ്റൻസിലാണെന്നും കാണുന്നുണ്ട്. അതായത് ഇവരുടെ തേർഡ് പേഴ്സണും ഇവരും ലോങ് ഡിസ്റ്റൻസിലാണ് എന്ന് കാണുന്നുണ്ട്. ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും ഇവർ തമ്മിൽ കാണുന്നുണ്ടാവുക. കാണുന്ന സമയത്ത് സമാധാനപരമായി സംസാരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. വന്ന് കണ്ട് തിരിച്ചു പോകുന്ന ഒരു രീതി, മനസ്സിലായില്ലേ? വരും 1-2 ദിവസം ഇരിക്കും, തിരിച്ചു പോകും എന്നുള്ള രീതി. ഇവർക്ക് ആകെ ലൈഫിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കൂടുതലായിട്ടും കാണുന്നത്. ആ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ഒരു മടുപ്പ് വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷനിൽ കാണുന്നത്. ഓക്കെ, give me some more cards for the third person. അവരുടെ കറണ്ട് എനർജി തേർഡ് പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണെന്നുള്ളതിന് എനിക്ക് കുറച്ച് കാർഡ്സ് കൂടി തരും. 3 of Wands, വീണ്ടും ലോങ് ഡിസ്റ്റൻസ് കാണുന്നു. അവരുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പ്രസൻസും കാണുന്നുണ്ട്. ഓക്കെ, ഇവരുടെ ഇടയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് തീർച്ചയായിട്ടും. ഇവർ റെഗുലറായിട്ട് പരസ്പരം അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ടാവും. ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ടാവും, കോൾ ചെയ്യുന്നുണ്ടാവും, മെസ്സേജസ് അയക്കുന്നുണ്ടാവും കേട്ടോ. ജോലി സംബന്ധമായ കാര്യങ്ങളെല്ലാം തന്നെ ഇവർ പരസ്പരം പങ്കുവയ്ക്കുന്നതായിട്ടും കാണുന്നുണ്ട്. കൂടുതലായിട്ട് സംസാരിക്കുന്നത് തമ്മിൽ പങ്കുവയ്ക്കുന്ന ജോലി സംബന്ധമായ, ഫൈനാൻസ് സംബന്ധമായ, ഇൻവെസ്റ്റ്മെൻറ്റ്സ് സംബന്ധമായ കാര്യങ്ങളാണ് എന്ന് കാണുന്നു. വീട്ടിലെ ചിലവിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഫീസ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിനെ പറ്റിയിട്ട്
അങ്ങനത്തെ കാര്യങ്ങളാണ് അവർ കൂടുതലായും സംസാരിക്കുന്നത് എന്ന് കാണുന്നു. അവരുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്, അതായത് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എഫേർട്ട് ഇടാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നത്, പറയാതിരിക്കാൻ സാധിക്കില്ല. ഓക്കെ, അതായത് നിങ്ങളുടെ തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് രമ്യതയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടുന്ന എഫേർട്ട് നിങ്ങളുടെ പേഴ്സൺ ചെയ്യാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം അവിടെ കുഞ്ഞുങ്ങൾ ഇൻവോൾവ് ആയിട്ട് കാണുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോയേ പറ്റൂ എന്നുള്ള സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ തേർഡ് പേഴ്സണെ തേർഡ് പേഴ്സൺ വർക്കിംഗ് ആയിട്ടുള്ള ആളായിരിക്കാം കേട്ടോ. അവർ ആ ജോലിയിൽ പ്രാഗൽഭ്യമുള്ള വ്യക്തിയാണ്. അതിനെപ്പറ്റിയൊക്കെ അവർക്ക് മതിപ്പുമുണ്ട് കേട്ടോ. അവർക്ക് റെസ്പെക്റ്റ് ഉണ്ട് അവരുടെ തേർഡ് പേഴ്സണെ പറ്റിയിട്ട്. അവരുടെ ഇടയിൽ എന്ത് മനസ്താപം ഉണ്ടെങ്കിലും ശരി, അവർക്ക് ആസ് എ പേഴ്സൺ നിങ്ങളുടെ തേർഡ് പേഴ്സൻ്റെ അടുത്ത് ദേഷ്യമൊന്നുമല്ല. ആസ് എ പേഴ്സൺ അവർക്ക് റെസ്പെക്റ്റ് തന്നെയാണ് ആ വ്യക്തിയോട് കേട്ടോ. അവരുടെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി ചെയ്യാറുണ്ട്. ദേഷ്യപ്പെട്ട് പിരിയേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല. അങ്ങനെ അവർ പിരിഞ്ഞാൽ തന്നെ അതൊരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു റെസ്പെക്റ്റ് കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കും എന്ന് തന്നെ കാണുന്നു. ഓക്കെ, അനൗൺസ്മെൻറ്റും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. എന്തെന്നായാലും അവർ ആ സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നു. കാരണം കുഞ്ഞുങ്ങളും പാരൻസും ഒക്കെ ഉള്ളവിടെ, പിന്നെ ഇത് തേർഡ് പേഴ്സൺ പാരൻ്റ് തന്നെ ആണെങ്കിൽ അവിടെയും അവർക്ക് അവിടെ സ്റ്റക്കാണല്ലേ. അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനൊന്നും അവർക്ക് സാധിക്കില്ലല്ലോ. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അവർ എന്നും കാണുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ തേർഡ് പേഴ്സൺ ഉണ്ടല്ലോ, നിങ്ങളുടെ പേഴ്സണെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇവർ തമ്മിൽ സംസാരിക്കണ്ടോ ഇല്ലയോ, നിങ്ങളുടെ തേർഡ് പേഴ്സണെ മാറി നിന്ന് ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ ഒരു കണ്ണ് വയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഇവർ തീർച്ചയായും നിങ്ങളുടെ പേഴ്സണെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നു കേട്ടോ. സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം, അവരുടെ സുഹൃത്തുക്കൾ വഴിയായിരിക്കാം, എന്ത് സിറ്റുവേഷൻ തന്നെ ആയാലും അവർ അവിടെ അത് ഫോളോ ചെയ്യുന്നു എന്നും കാണുന്നുണ്ട്. നിങ്ങളുടെ തേർഡ് പേഴ്സണ് നിങ്ങളുടെ സാന്നിധ്യം ത്തിനെക്കുറിച്ച് ഡൗട്ടുണ്ട് എന്നും കാണുന്നു കേട്ടോ. നിങ്ങളുടെ തേർഡ് പേഴ്സണ് തോന്നാറുണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ മറ്റൊരാളുണ്ട് എന്നുള്ളതിനെ പറ്റി അവർ ഡൗട്ട്ഫുള്ളാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നത്. ഓക്കെ, നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്, ഇവരുടെ ഇടയിലുള്ള എനർജി വളരെ സ്ലോ ഡൗൺ ആയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. മിനിമൽ സംസാരം, കൂടുതലും ഫൈനാൻസസിനെ കുറിച്ചുള്ള സംസാരം, റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചുള്ള സംസാരം എന്നുള്ള രീതിയിലാണ് അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ ഇവർ തീർച്ചയായും സംസാരിക്കാറുണ്ടായിരിക്കും കേട്ടോ. ഓഫീസിലെ വിഷയങ്ങൾ അങ്ങനെയൊക്കെ ഇവർ തീർച്ചയായും പരസ്പരം സംസാരിക്കാറുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്തതിനെ പറ്റിയിട്ട്, ഒരു ബോണസ് കിട്ടിയതിനെ പറ്റിയിട്ട്, അതെല്ലാം അവർ കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ക്വീൻ ഓഫ് പെൻഡക്കിൾസ്, ഞാൻ പറഞ്ഞില്ല, പരസ്പര റെസ്പെക്റ്റ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഫൈനാൻഷ്യൽ ഡിസിഷൻസൊക്കെ ഇവർ ഒരുമിച്ചാണ് എടുക്കാറ്. ഓക്കെ, പരസ്പരം സംസാരിച്ച് തന്നെയാണ് ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാറുണ്ട്. കാര്യം അവർക്ക് അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ഉണ്ടാവും അതിൽ. ഇപ്പോൾ പാരൻസിനെ പറ്റിയിട്ടാണെങ്കിലും എല്ലാം ഇവർ തമ്മിൽ സംസാരിച്ച് ആണ് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് എന്ന് കാണുന്നു. അതേപോലെ 6 ഓഫ് പെൻഡക്കിൾസ് വെച്ച് ഫൈനാൻഷ്യൽ ഗിവ് ആൻഡ് ടേക്ക് ഇവരുടെ ഇടയിൽ നടക്കുന്നുണ്ട് എന്നും കാണുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്തു പോകുന്നു എന്നർത്ഥം. ഓക്കെ, ഒരേ ഒരു കാർഡ്, ലാസ്റ്റ് കാർഡ് ഷഫിൾ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നൈറ്റ് ഓഫ് കപ്സ്, യൂഷ്വലി ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇവർ അത് പറഞ്ഞ് പരിഹരിച്ച് രമ്യതയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് പേരുടെ സൈഡിൽ നിന്നും ആ എഫേർട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു സെപ്പറേഷൻ, ഒരു കംപ്ലീറ്റ് സെപ്പറേഷൻ അവർ ആ റിലേഷൻഷിപ്പിൽ ട്രൈ ചെയ്യുന്നില്ല എന്നർത്ഥം. എന്തെങ്കിലുമൊക്കെ മനസ്താപങ്ങൾ ഉണ്ടായാൽ തന്നെ അത് സംസാരിച്ച് ചിലപ്പോൾ ഒന്ന് വഴക്കിടുമായിരിക്കും. പക്ഷെ വഴക്കിട്ടതിന് ശേഷം ആ ഒരു എന്താ പറയുക, ബാലൻസിലേക്ക് അത് എത്തിക്കാനും ക്ഷമിച്ച് മുന്നോട്ട് പോകാനും ആണ് ഇവർ മെയിനായിട്ട് ശ്രമിക്കുന്നത് എന്നും കാണുന്നു. ഓക്കെ, അതായത് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് അവർ ശ്രമിക്കുന്നത്. ഒരു സെപ്പറേഷൻ, ഒരു കംപ്ലീറ്റ് സെപ്പറേഷൻ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവർ വളരെ കുറവാണ് കേട്ടോ. ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ
കറണ്ട് എനർജി നിങ്ങൾക്കായിട്ട്, നിങ്ങളുടെ തേർഡ് പേഴ്സണായിട്ട്. ഓക്കെ, അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക മറക്കല്ലേ, ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ, കമൻറ്റും ചെയ്യുക കേട്ടോ. അതേപോലെ കമൻറ്റും ചെയ്യൂ, എന്നാലല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്കറിയാൻ പറ്റുള്ളൂ. വളരെ കുറച്ച് പേരാണ് കമൻറ്റ് ചെയ്യുന്നത്. കമൻറ്റ് ചെയ്യൂ കേട്ടോ, എനിക്ക് നിങ്ങളുടെ കമൻറ്റ്സ് വായിക്കാൻ ഇഷ്ടമാണ്. കമൻറ്റ് പരമാവധി ചെയ്യൂ. ഓക്കെ, വേറെ ഒന്നുമില്ല. പേഴ്സണൽ റീഡിങ് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. വേറെ എന്താണ്, നെക്സ്റ്റ് വീക്കിൽ ഞാൻ ഇപ്പോഴേ പറയുകയാണ്, നെക്സ്റ്റ് വീക്കിൽ 29th മുതൽ 3-ാം തീയതി വരെ ഞാൻ പേഴ്സണൽ റീഡിങ്ങിന് ഒരു പക്ഷേ അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, എനിക്ക് ഔട്ട് ഓഫ് സ്റ്റേഷൻ പോകേണ്ടുന്ന ഒരു അത്യാവശ്യമുണ്ട്. ഞാൻ ട്രാവലിങ്ങിലായിരിക്കും. കാർഡ്സ് ഞാൻ കൊണ്ടുപോകും, കഴിയുന്നതും വീഡിയോ ഇടും. ഇടയ്ക്ക് പേഴ്സണൽ റീഡിങ് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്ത് നോക്കൂ. ചെയ്യാൻ പറ്റിയാൽ ചെയ്തു തരും. സിറ്റുവേഷൻ അനുസരിച്ച്, അവിടുത്തെ തിരക്ക് എന്താണെന്ന് എനിക്കറിയില്ല, പോയിട്ടേ നമുക്കറിയാൻ പറ്റുള്ളൂ. പറ്റുകയാണെങ്കിൽ ചെയ്തുതരാം. വീഡിയോസ് ഷോർട്സ് എങ്കിലും പരമാവധി ഇടാൻ ഞാൻ ശ്രമിക്കാം. 29, 30, 1, 2, 3. ഓക്കെ, ഞാൻ ഇപ്പോഴേ പറയുകയാണ്. ഓക്കെ, വേറെ ഒന്നുമില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.